ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നാം സ്തോത്രഗീതം പാടുകയാണെങ്കിൽ, ഉള്ളിൽ നിന്ന് സ്തോത്രഗാനങ്ങൾ ഉദിക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് മേഖലയിലായാലും കർത്താവിനോടൊരു നന്ദിയുള്ള ഹൃദയവുമായിട്ട് സ്തോത്രവുമായിട്ട് ഇരിക്കുന്ന അവസ്ഥകളിലൊക്കെയും കർത്താവ് പ്രവർത്തിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, പരാജയത്തിൻ്റെ ഭീതിയിലിരിക്കുകയാണെങ്കിലും, ആ പരാജയത്തെ ഓർത്ത് നാം സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ജയം തരും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവേ, എനിക്കതില്ലാത്തതിനായിട്ട് സ്തോത്രം. ഞാൻ പരാജയപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ഭീതിയിലിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും സ്തോത്രം പറഞ്ഞാൽ ദൈവം കേൾക്കും. അത് വെറുതെ പാടുവാനുള്ള പാട്ടുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളോട് പലപ്പോഴും മാതാപിതാക്കളോട് ചോദിക്കും, എനിക്കത് വേണം, ഇത് വേണം, മറ്റുള്ളവരെ പോലെ അത് വേണം എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് കൊടുക്കുവാൻ മനസ്സിലായിരിക്കും. കാരണം കുഞ്ഞിന് അത് കൺട്രോൾ ചെയ്യുവാനോ അവനതിൻ്റെ ആ ഏജ് ആയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കും. എന്ത് തന്നെ ആയാലും നാം നോ പറയുന്നതിന് മുമ്പ്, കാരണം നെഗറ്റീവ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നോ പറയുന്നതിന് മുമ്പ് തന്നെ നീ അത് കർത്താവിനോട് ചോദിച്ചു കൊള്ളുക. കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ നിനക്കത് തരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നാം പെട്ടെന്ന് കുഞ്ഞുങ്ങളോട് നോ പറയരുത്. എനിക്കതൊക്കെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾക്ക് അത് ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്താണ് ഞാൻ പറയുന്നത്. നെഗറ്റിവിസം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അവനെ അത് തകർത്ത് കളയും. അവനൊരു നെഗറ്റീവ് ഫീലിങ്ങിൽ കൂടി വളരുവാനായിട്ട് ഇടയാകും. അതിനാൽ നമുക്കൊരു പക്ഷേ അവനത് ഗുണം ചെയ്യുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ പോലും പറയുക, നീ ഇത് കർത്താവിനോട് ചോദിച്ചു കൊള്ളുക. നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ആ അപ്പൻ നിൻ്റെ അപ്പനാണ്. ആ അപ്പൻ എല്ലാത്തിൻ്റെയും ഉറവിടമാണെന്നും ആ അപ്പനോട് നിന്നോട് സ്നേഹമുണ്ടെന്നും ആ സ്നേഹം നിനക്ക് ചോദിച്ചാൽ നിനക്ക് തരുമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനാൽ സ്വർഗത്തിലെ അപ്പൻ എല്ലാ കാര്യങ്ങളിലും അപ്പ എന്നുള്ള ആ സാന്നിധ്യം അറിയുവാനായിട്ട് ആഗ്രഹം അവൻ്റെ ഉള്ളിലോട്ട് വന്നുകൊള്ളും. അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിലോട്ട്, അവളുടെ ഉള്ളിലോട്ട് വന്നുകൊള്ളും. അതിനു വേണ്ടിയിട്ട് നാം ചോദിക്കുന്നതെല്ലാം അങ്ങ് കൊടുക്കാതെ, ചോദിക്കുന്നത് ഒരുപക്ഷെ ഇല്ലെങ്കിൽ നോ പറയുകയും ചെയ്യാതെ അപ്പനോട് ചോദിച്ചു കൊള്ളുക. യഹോവയായ ദൈവം അല്ലെങ്കിൽ യേശു അപ്പച്ചനോട് ചോദിച്ചു കൊള്ളുക. കർത്താവ് തരും എന്ന് പറഞ്ഞുകൊള്ളുക. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവനതിനുള്ള വാതിലും വഴികളും നിങ്ങളിൽ കൂടിയോ മറ്റുള്ളവരിൽ കൂടിയോ ഒക്കെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും കുഞ്ഞിൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യും. ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ളത്, അയ്യോ അതങ്ങനെ ചെയ്യല്ല, അത് യേശുപ്പച്ചൻ ഇഷ്ടമല്ല, യേശുപ്പച്ചൻ അടിക്കും. ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. യേശുപ്പച്ചൻ അടിക്കുന്ന ഒരപ്പനല്ല. അടിക്കുന്ന ഒരപ്പനാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഇത്രയാകുമോ? നമ്മുടെ എല്ലാ തെറ്റുകൾക്കും കർത്താവ് അടിച്ചുകൊണ്ടേ ഇരുന്നായിരുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും സ്ഥിതി? അതിനാൽ സ്നേഹത്തിൻ്റെ നിറകുടമായ അന്ത്യ രക്തം വരെയും അവസാന ശ്വാസം വരെയും നമ്മളെ സ്നേഹിച്ച യേശു കർത്താവിനെ പറ്റിയിട്ട് വേറെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാതെ കുഞ്ഞുങ്ങളോട് സ്നേഹമാണ് കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവ് നിനക്ക് തരും, കർത്താവിനോട് ചോദിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു ട്രസ്റ്റ് പല പ്രാവശ്യം ആകുമ്പോൾ ആ ട്രസ്റ്റ് വരികയും കുഞ്ഞുങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അത് ആഗ്രഹിക്കുകയും ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി കർത്താവിനോട് ചോദിക്കുകയും ചെയ്യും. അവൻ്റെ ഉള്ളിൽ യഹോവയായ ദൈവത്തിന് അപ്പനാണെന്നുള്ള ഒരു ബോധം, ആ അപ്പനെല്ലാം ഉണ്ടെന്നും അവന് കൊടുക്കുവാനും വളരെ മനസ്സുള്ള ഒരു അപ്പൻ്റെ ഒരു രൂപം നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് ചോദിക്കുവാൻ തക്കോണം. കുറേ വാക്യങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒന്നും ആകത്തില്ല. കാണാതെ പഠിക്കുന്ന പല കാര്യങ്ങളും ഞാനും ഒരുപാട് സ്കൂളുകളിലൊക്കെ ഒത്തിരി കാണാതെ പഠിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ ജീവിതത്തിലൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രയോജനപ്പെടാതെ പോകുന്ന ഒരു മനഃപ്പാഠമാക്കിയ വാക്യങ്ങളിലെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്ന് അത് ജീവിതത്തിൽ അത് ചെയ്യുവാൻ തക്കവണ്ണം, ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം, ആ വചനങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതുപോലെ കർത്താവിനോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ
ചോദിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കർത്താവിനോട് ചോദിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഹാഗാർ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ അവൾക്ക് വിഷമമായതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് കരയുന്ന ഒരവസ്ഥ. അപ്പോൾ ബാലൻ്റെ ശബ്ദം യഹോവ കേട്ടു എന്ന് പറയുന്നു. ദേവദൂതൻ വന്ന് പറയുകയാണ്, കുഞ്ഞിരിക്കുന്ന ഇടത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ശബ്ദം, ബാലൻ്റെ ശബ്ദം, ഗോഡ് ഹേർഡ് ദ ക്രൈ ഓഫ് ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പ്രാർത്ഥിച്ച് കാണും. ഹാഗാറിന് യഹോവയെ അറിയാമായിരുന്നു എന്നൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഹാഗാർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുണ്ടായിരിക്കും. എന്നാൽ ആ ബാലൻ്റെ ശബ്ദമാണ് യഹോവ കേട്ടു, ആൻസർ ചെയ്തത് ബാലൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കരയുവാൻ, യഹോവയുടെ മുന്നിൽ മുട്ടുമടക്കുവാൻ, യഹോവയോട് ചോദിക്കുവാൻ നാം കുഞ്ഞു രൂപത്തിലെ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞായുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, മാതാപിതാക്കളൊക്കെ ചർച്ചിൽ വരും, ആരാധനയ്ക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്കൊക്കെ വരും. എന്നാൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും കാണത്തില്ല. അവർക്ക് പലതായ എക്സ്ക്യൂസ് കാണും. സ്കൂളുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുകയായിരിക്കും, മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കാണും, അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയത്തില്ലെന്നൊക്കെ പറയും. ഹല്ലേലൂയ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളായിരിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞിലേ മുതലേ നിങ്ങൾ കൂടെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം തന്നെ വന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കുഞ്ഞിലേ മുതലേ കൊണ്ടുപോകുമായിരുന്നു. പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക്. എൻ്റെ രണ്ടാമത്തെ മകന്, അവന് നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുന്ന ഉടനെ കുറച്ച് നേരം കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുവാനായിട്ടൊരു സമയം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോഴവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പോലും അവനിങ്ങനെ മുട്ടലിങ്ങനെ ബെഡേ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഞാൻ ഓർക്ക് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് നോക്കുമ്പോൾ അവൻ പറയും പ്രാർത്ഥിക്കുമെന്ന്. കുഞ്ഞായിരുന്നു, ബേബി എന്ന് പറഞ്ഞാൽ 1-ോ 2-ലോ ഒക്കെ ആയിരിക്കും. അപ്പോഴവൻ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ വിചാരം, ഈ രാവിലെയൊക്കെ ഉണരുമ്പോഴേ നമ്മൾ പ്രാർത്ഥിപ്പിക്കുമ്പോൾ അവൻ എപ്പോൾ ഉറങ്ങിയാലും പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്തയാണ്. ഹല്ലേലൂയ, എപ്പോൾ ഉണർന്നോ എപ്പോൾ ഉറങ്ങിയോ ഏത് സമയമായാലും ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് അത് കുഞ്ഞായതുകൊണ്ട് അവൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിക്കുന്നുവോ അതുപോലെയാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും വളരാറുള്ളത്. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ മാറിപ്പോകാറുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കി കർത്താവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പരീക്ഷയിലൊക്കെ മാർക്ക് വാങ്ങിക്കാനും മറ്റു പല കാര്യങ്ങളിലും കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ എല്ലാം കർത്താവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവരെ മനഃപ്പാഠമാക്കി പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുവാൻ തക്കവണ്ണം. അവൻ്റെ ആവശ്യങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയിൽ നിന്ന് ചോദിക്കുവാൻ അവന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ആവശ്യം നമ്മളോട് പറയുന്നത് പോലെ തന്നെ കർത്താവിനോട് ചോദിച്ചുകൊള്ളുവാൻ നമ്മൾ പഠിപ്പിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ശലോമോന് 1000 യാഗങ്ങൾ അർപ്പിച്ചപ്പോഴാണ് യഹോവ പ്രത്യക്ഷപ്പെട്ടത്, അല്ലേ? അതുകൊണ്ട് 1000 സ്തോത്രം പറഞ്ഞുകൊള്ളാൻ പറയും. കാരണം ഒരു യാഗം എന്ന് പറയുന്ന ഒരു സ്തോത്രത്തോട് തുല്യമാണല്ലോ, സ്തോത്രയാഗം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന വചനം പറയുന്നു. അതുകൊണ്ട് നീ 1000 സ്തോത്രങ്ങൾ പറഞ്ഞുകൊള്ളാൻ പറയും. അപ്പോഴെൻ്റെ കുഞ്ഞിങ്ങനെ വന്ന് ചോദിക്കുമായിരുന്നു, അമ്മ ഞാൻ 1000 സ്തോത്രം പറഞ്ഞു, എനിക്ക് ബുദ്ധി കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പം ഞാൻ പറയാം, അടുത്ത 1000 കൂടെ പറഞ്ഞോളാൻ പറയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ബുദ്ധിയൊന്നും അല്ല നാം ചിന്തിക്കുന്നത് പോലെ. അത് അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. സ്തോത്രം പറയണം. അവർക്ക് വേണ്ടതായ പല പ്രാവശ്യം അവർ സ്തോത്രം പറയുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ ജ്ഞാനവും ബുദ്ധിയും ദൈവം അവർക്ക് കൊടുത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു പ്രാവശ്യം ഒരു ക്രിസ്മസ് എക്സാമിന് ഞാൻ ബയോളജി ഒന്നും പഠിച്ചില്ല. എനിക്കറിയാമെന്ന് ചിന്തിച്ചു. എന്നാൽ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ബുക്ക് തുറക്കുന്നത്, അപ്പോഴത്തേന് ഒരുപാട് ഞാനങ്ങ് സ്കൂളിൽ നിന്ന് കവർ ചെയ്തിരുന്നു. എന്നാൽ ഞാൻ തലേ ദിവസം വായിച്ചാൽ തീരാത്ത പോലെ പേപ്പറുകളാണ്. അപ്പം ഞാനൊരു 1/4 പഠിക്കേണ്ടിടത്തൊന്ന് പഠിച്ചുള്ളൂ. ഞാൻ അതിൻ്റെ മനസ്സിലൊരു ഭയമുണ്ട്, വീട്ടിൽ പറയാനും പറ്റത്തില്ല ഞാനൊന്നും പഠിക്കാതെ പോകുന്നതെന്ന്. അപ്പം ഞാൻ പറയുന്നിടത്തെല്ലാം അന്ന് എനിക്ക് ഒന്നും അറിയില്ല, സ്തോത്രം പറയാനൊന്നും അറിയില്ല. എങ്കിലും സ്തോത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്,
ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ സഹായിക്കണേ, കർത്താവെ എന്നെ സഹായിക്കണമേ. അതേ എനിക്കന്ന് അറിയത്തുള്ളൂ. എന്നെ സഹായിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ ഈ നടക്കുന്നിടത്തും ബസ്സിൽ കയറിയപ്പോഴും എല്ലാം പ്രാർത്ഥിച്ചു. ശ്വാസം വിട്ടപ്പോഴും രാത്രിയിൽ എനിക്ക് ഉറക്കമേ വരുന്നില്ല. എനിക്ക് പേടിയും കൊണ്ട് ഒന്നും പഠിച്ചില്ലല്ലോ എന്നുള്ള. ഞാൻ സാധാരണ എല്ലാം പഠിച്ചുകൊണ്ടൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ എൻ്റെ ഉറക്കത്തിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവെ സഹായിക്കണമേ, കർത്താവെ സഹായിക്കണമേ. എനിക്കറിയത്തില്ല ഇനി എന്താണ് വരുന്നത്. 1/4 എഴുതിക്കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഇനി തോറ്റു പോകുമോ എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ മാത്രമേ വന്നുള്ളൂ. എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് 50ൽ 49 മാർക്സും കിട്ടി. അപ്പോൾ അന്ന് സാറ് വന്ന് ക്ലാസ്സിൽ പറഞ്ഞത്, എല്ലാം കറക്റ്റാണ്, പക്ഷേ ഒരു ഫുള്ള് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ബയോളജിക്ക്, അതുകൊണ്ട് 1 മാർക്ക് കുറച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പം ദൈവത്തിനോടുള്ള പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു പവർ, കർത്താവിൻ്റെ ആ പ്രാർത്ഥനയുടെ ഒരു ശക്തി ഞാൻ അന്നേ മനസ്സിലാക്കിയതാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് കുറഞ്ഞു പോകത്തില്ല. ജയം തീർച്ചയായിട്ടും കർത്താവ് തന്നിരിക്കും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ബാലൻ്റെ ശബ്ദം കേട്ടതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു കൊടുക്കണം. അവർ പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്, പഠിച്ചിട്ട് അതോട് കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അമ്മയപ്പനും മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഹാഗാർ പ്രാർത്ഥിച്ചു കാണും, കൂടെ ബാലൻ്റെ നിലവിളി കേട്ടു. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുവാനായിട്ട്, സ്തോത്രം പറയുവാനായിട്ട് പറയണം. ശലോമോൻ 1000 സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചപ്പോൾ കർത്താവ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഓരോ സ്തോത്രങ്ങളും അതിനെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് മത്തായി 11-ാം അധ്യായത്തിൽ വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ, ഭാരം ചുമക്കുന്നതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരിക. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ചെയ്യുവാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഇനി ബാക്കി നിൻ്റേതാണ്. ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ഞാൻ ചെയ്തു കാണത്തില്ല, അതും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഹല്ലേലൂയ. ന്യായമുള്ള നീതിയുള്ള ന്യായാധിപതിയാണ്. നിനക്ക് വേണ്ടത് പ്രാർത്ഥനയിൽ കൂടി നിനക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ പ്രിയനോ അത് അവന് ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടക്കുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും ഒക്കെ വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അതവന് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ ആവശ്യമാണ്. നല്ലതായിട്ട് പഠിക്കണം, നല്ലതായിട്ട് അധ്വാനിക്കണം. ഹല്ലേലൂയ. എന്നാൽ കർത്താവില്ലാതെ എന്ത് ചെയ്താലും നമ്മുടെ പ്രയത്നമെല്ലാം വ്യർത്ഥമാണ്, നമ്മുടെ അധ്വാനമെല്ലാം വ്യർത്ഥമാണ്. നാം എത്ര അധികാലത്ത് എഴുന്നേറ്റാലും, എത്ര അധ്വാനിച്ചാലും, എത്ര ഉപജീവനത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും കർത്താവില്ലാതെ ചെയ്യുന്നതെല്ലാം അസമാധാനത്തിന് കാരണമാകും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പക്കൽ പ്രോവെർബ്സിൽ പറയുന്നുണ്ട്, 8-ാമത്തെ എഴുതി പറയുന്നുണ്ട്, എൻ്റെ പക്കൽ ധനവും ജ്ഞാനവും മാനവും നീതിയും എല്ലാം ഉണ്ട്, ആ ദൈവം സകലതും തരും. ഹല്ലേലൂയ, സ്തോത്രം. ജ്ഞാനത്തിൻ്റെ നിറകുടമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വസിച്ചാൽ ആ ജ്ഞാനം നമ്മിലേക്ക് പകരും. ഹല്ലേലൂയ, സ്തോത്രം. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു യേശു നമ്മൾ വസിക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ മഹത്വം, ക്രിസ്തുയേശുവിൻ്റെ ജ്ഞാനം നമ്മളിൽ ഓരോരുത്തരിലും വസിക്കും. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുപ്രായത്തിൽ തന്നെ ഈ ക്രിസ്തുയേശുവിനെ മനസ്സിലാക്കി കൊടുക്കുകയും ക്രിസ്തുയേശുവിനോട് ചോദിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെയും അവർ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.